ഞാനിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ കിളിമാനൂർ എന്ന സ്ഥലത്താണ്. പ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെയും മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ പിതാവായ രാഘവവർമ്മയുടെയും ജന്മസ്ഥലം എന്ന നിലയിൽ പ്രശസ്തമായ കിളിമാനൂർ പാലസ് ആണ് ഇത്. ഇവിടത്തെ കാഴ്ചയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതാണ് കൊട്ടാരത്തിന്റെ ഫ്രണ്ട് ഗേറ്റ്. ഈ കാണുന്ന കെട്ടിടങ്ങൾ കണ്ടില്ലേ? ഇവിടെ പല ഓഫീസുകളും പ്രവർത്തിച്ചിരുന്നു. ഹജൂർ കച്ചേരി, വില്ലേജ് ഓഫീസ്, ടാക്സ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ് എന്നിവയൊക്കെ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഈ കാണുന്ന കെട്ടിട സമുച്ചയമാണ് പഴയ മാളിക എന്നറിയപ്പെടുന്നത്. പഴയ മാളിക 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലത്ത് പണികഴിപ്പിച്ചതാണ്. സ്വാതി തിരുനാൾ മഹാരാജാവ് കുട്ടിക്കാലത്ത് തന്റെ അമ്മയോടൊപ്പം കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ വരുമ്പോൾ താമസിക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് തന്നെ പണികഴിപ്പിച്ചതാണ്. താഴെ തൂണുകളോടുകൂടിയ മുകൾ ഭാഗത്തെ നില മാത്രമാണ് ആദ്യം പണികഴിപ്പിച്ചത്. അതിനുശേഷമാണ് താഴത്തെ നില കെട്ടി അടച്ചെടുത്തത്. ഇത് കിളിമാനൂർ കൊട്ടാരത്തിലെ നാടകശാലയാണ്. ഒരുപാട് പ്രശസ്തരായ കലാകാരന്മാർ തങ്ങളുടെ കലകൾ ഇവിടെ അവതരിപ്പിച്ചിരുന്നു. സ്വാതി തിരുനാളിന്റെ ആസ്ഥാന ഗായകനായിരുന്ന ഷഡ്കാല ഗോവിന്ദമാരാരും ഇവിടെ പാടിയിരുന്നു. ഇന്നും ഉത്സവകാലത്ത് ഇവിടെ കലകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഇവിടത്തെ പൂമുഖപ്പടിയാണ്. ഈ കാണുന്നതാണ് മടപ്പള്ളി അഥവാ ഊട്ടുപുര. ഇവിടെ ഇരുന്നാണ് വേലുത്തമ്പി ദളവ അവസാനമായി അത്താഴം കഴിച്ചത്. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്ന് കിളിമാനൂർ കൊട്ടാരത്തിലെത്തുകയും അന്ന് ഇവിടെ നിന്ന് അത്താഴം കഴിച്ചു കഴിഞ്ഞ് ഇവിടുത്തെ രഹസ്യമാർഗത്തിലൂടെ മണ്ണടിയിലേക്ക് പോവുകയും അവിടെ നിന്ന് ജീവത്യാഗം ചെയ്യുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തിന്റെ സ്വർണവും രത്നവും പതിപ്പിച്ച ഉടവാൾ ഇവിടെ ഏൽപ്പിച്ചിട്ട് ബ്രിട്ടീഷുകാർക്ക് കിട്ടാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാണ് ഏൽപ്പിച്ചത്. ആ ഉടവാൾ ഇവിടെ 150 വർഷക്കാലം സൂക്ഷിച്ചിരുന്നു. 1957 ആ ഉടവാൾ രാഷ്ട്രത്തിനു വേണ്ടി ഗവർണറുടെ കയ്യിൽ സമർപ്പിച്ചു. ആദ്യം അത് ഡൽഹിയിലാണ് കൊണ്ടുപോയിരുന്നതെങ്കിലും 2010 നേപ്പിയർ മ്യൂസിയത്തിലേക്ക് മാറ്റി. ഇപ്പോഴും അതവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന കെട്ടിടമാണ് പുതിയ മാളിക. 1904 കാലഘട്ടത്തിലാണ് രാജാ രവിവർമ്മ മുംബൈയിൽ നിന്നും താമസം മതിയാക്കി നാട്ടിൽ സ്ഥിര താമസത്തിന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് കയറി താമസിക്കാനായി പണിതതാണ് ഈ കൊട്ടാരം. മനോഹരമായ വാസ്തുവിദ്യാ ശൈലിയാണ് ഈ കൊട്ടാരം പണിയാനായി രവിവർമ്മ സ്വീകരിച്ചത്. കേരളീയ ശൈലി മാത്രമായിരുന്നില്ല, യൂറോപ്യൻ, നോർത്ത് ഇന്ത്യൻ, ബറോഡ പാലസ് അതിന്റെ മാതൃക പോലും ഇദ്ദേഹം ഈ കൊട്ടാരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ
ഇതിലെ ദുഃഖകരമായ വസ്തുത എന്തെന്നാൽ ഈ കൊട്ടാരത്തിന്റെ പണി പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ രാജാ രവിവർമ്മ ഇഹലോകവാസം വെടിഞ്ഞു എന്നതാണ്. 1906 ഒക്ടോബർ 2 അദ്ദേഹത്തിന്റെ ചിത്രശാലയിൽ വെച്ചായിരുന്നു രവിവർമ്മയുടെ അന്ത്യം. ഈ കൊട്ടാരം പണിയുമ്പോൾ രവിവർമ്മയുടെ ആഗ്രഹം താൻ വരച്ച ചിത്രങ്ങളെല്ലാം ആളുകൾക്ക് കാണുന്നതിനായി ഇവിടെ പ്രദർശിപ്പിക്കണമെന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊട്ടാരം ഒരു ആർട്ട് ഗ്യാലറി മാതൃകയിലാണ് പണിതത്. അത് നടന്നില്ല. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ശ്രീചിത്ര ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് രാജാ രവിവർമ്മയുടെ ചിത്രശാല. അദ്ദേഹം ഇവിടെ ഇരുന്നാണ് അനേകം പ്രശസ്തമായ പെയിന്റിങ്ങുകൾ വരച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ അവസാന സമയവും ഇവിടെ തന്നെയായിരുന്നു. രാജാ രവിവർമ്മയ്ക്ക് 7 മക്കളാണുള്ളത്. അതിൽ മൂത്ത മകൾ മഹാപ്രഭയുടെ മകളാണ് തിരുവിതാംകൂറിലെ മുൻ റീജന്റ് ആയിരുന്ന പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായി തമ്പുരാട്ടി. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകളായ ഭഗീരഥി ബായിയുടെ മകളാണ് മൂലം തിരുനാൾ സേതു പാർവതിബായി തമ്പുരാട്ടി, അതായത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ അമ്മ. ഈ ആൽത്തറ കാണുന്നില്ലേ? അതിനൊരു പ്രത്യേകതയുണ്ട്. 1752 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തന്നെ അദ്ദേഹം ഈ ദേശം മുഴുവനും കരമൊഴിവാക്കി കിളിമാനൂർ കൊട്ടാരത്തിന് സ്വതന്ത്ര ഭരണ ചുമതല നൽകിയ ഒരു നേട്ടുണ്ട്. അതിൻ്റെ ഒരു ശിലാഫലകമാണ് ഇവിടെ പതിപ്പിച്ചിരിക്കുന്നത്.